നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. ഹിന്ദുക്കൾ കുറയുന്നു, മുസ്ലിം ജനസംഖ്യ പെരുകുന്നു. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി പഠന റിപ്പോർട്ട്. ഭൂരിപക്ഷ മതവിഭാഗം ഇന്ത്യയിൽ മാത്രം കുറയുന്നതായി കണക്ക്. ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷ മതവിഭാഗമായ ഹിന്ദുക്കളുടെ എണ്ണം ഗൗരവമായ വിധത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ധനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയതാണ് ഈ കണക്കുകൾ എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇന്ത്യയിൽ പ്രാധാന്യമുള്ള മതവിഭാഗമായ ഹിന്ദു വിഭാഗത്തിന് ജനസംഖ്യയിൽ 7% കുറവ് ഉണ്ടായതായിട്ടാണ് ഈ പഠന റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്ത് 167 രാജ്യങ്ങളിലെ മതവിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ രാജ്യത്ത് മതപരമായ ജനസംഖ്യ സംബന്ധിച്ച പഠനം നടത്തിയത്. 1950 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ജനസംഖ്യയിൽ മതപരമായി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് പ്രകാരം ഇന്ത്യയിൽ അടിസ്ഥാനമായ മതവിഭാഗമായ ഹൈന്ദവ ജനതയുടെ എണ്ണം 7% കുറവിലേക്ക് എത്തിയതായി കാണുന്നു. ഈ കാലയളവിൽ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ് തുടങ്ങിയ മതവിഭാഗങ്ങൾക്കിടയിൽ ജനസംഖ്യ വർദ്ധിച്ചതായിട്ടാണ് പഠനം പറയുന്നത്. ഈ പഠനം നടത്തിയ കാലത്തിനിടയിൽ ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ 43.15% വർധനവ് നേടി. ക്രിസ്ത്യാനികളിൽ 5.38%, സിഖ് മതവിഭാഗങ്ങളിൽ 6.58% ജനസംഖ്യാ വർധനവ് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. 1950 രാജ്യത്തെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ 84.5% ഇത് 2015 ആയപ്പോൾ 78% കുറഞ്ഞു. ഇതേ കാലയളവിൽ രാജ്യത്തെ 9.84% മാത്രമായി നിലനിന്നിരുന്ന മുസ്ലിം ജനസംഖ്യ 14.9% വർദ്ധിക്കുകയും ചെയ്തു. മതപരമായ ജനസംഖ്യാ കണക്കെടുപ്പിൽ പഠന വിധേയമാക്കിയ പല രാജ്യങ്ങളിലും അവിടുത്തെ ഭൂരിപക്ഷ മതവിഭാഗങ്ങളിൽ വർധനവുണ്ടായപ്പോൾ ഇന്ത്യയിൽ മാത്രമാണ് ഹിന്ദു വിഭാഗത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഭൂരിപക്ഷ മതവിഭാഗം ജനസംഖ്യയിൽ താഴോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടായത്. നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്ന കണക്കുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബംഗ്ലാദേശിൽ 18% വർധനവും പാകിസ്ഥാനിൽ 3.75% വർധനവുമാണ് പറയുന്നത്. കേന്ദ്രഭരണത്തിൽ BJP വന്നതിന് ശേഷമാണ് രാജ്യത്തെ അടിസ്ഥാന മതവിഭാഗമായ ഹിന്ദു ജനതയുടെ പലതരത്തിലുള്ള കണക്കെടുപ്പുകൾ ഉണ്ടായത്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്നത് RSS സംഘപരിവാർ സംഘടനകൾ ഉൾപ്പെടുന്ന ഹൈന്ദവ സംഘടനകളാണ്. ഈ സംഘടനയുടെ കാലങ്ങളായുള്ള ചില താല്പര്യങ്ങളാണ് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നത്. ഇപ്പോഴും BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നത് പ്രതിപക്ഷം ആവർത്തിച്ചു പറയുന്ന പരാതികളുമാണ്. മാത്രമല്ല, മതേതര രാജ്യമെന്ന് പറഞ്ഞു നിലനിൽക്കുന്ന ഇന്ത്യയിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു എന്ന പരാതിയും സ്ഥിരമായി ഉയരുന്നുണ്ട്. മണിപ്പൂരിൽ ക്രിസ്തുമത സ്ഥാപനങ്ങളും മതപുരോഹിതന്മാരും പലതവണ ആക്രമിക്കപ്പെട്ടപ്പോഴും കേന്ദ്ര സർക്കാർ അത് നിയന്ത്രിക്കുന്നതിന് ഒരു നടപടിയും എടുത്തിരുന്നില്ല. ഇതുതന്നെയാണ് രാജ്യത്തെ മുസ്ലിം മതവിഭാഗവും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നിയമപ്രകാരമുള്ള പൗരത്വ നിയമം രാജ്യത്ത് ഒരു ജനത, ഒരു മതം എന്ന നിലയിലേക്ക് എത്തിക്കുന്നതിനുള്ള BJP സർക്കാരിൻ്റെ തന്ത്രമാണ് എന്നും വിലയിരുത്തപ്പെടുന്നു. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക കാര്യ ഉപദേശക സമിതിയുടെ പഠന റിപ്പോർട്ട് എന്ന പേരിൽ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തകൾ എത്ര കണ്ട് സത്യം നിറഞ്ഞതാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. BJPയുടെ അടിത്തറയായ ഹൈന്ദവ മതവിഭാഗത്തെ ഒപ്പം നിർത്താൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പലതരത്തിലുള്ള നീക്കങ്ങളിൽ ഒന്ന് മാത്രമായി ഇതിനെ കണ്ടാൽ മതി എന്ന വിലയിരുത്തലുകളും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. നന്ദി.